താനാണോ പാരിജാതൻ? അതെ സാർ. താൻ ഇയാളുടെ വണ്ടി എടുത്ത് ഓടിച്ചോ? ഇല്ല. പിന്നെ ആരുടെ വണ്ടി ഓടിച്ചേ? എൻ്റെ വണ്ടിയാണ് സാർ ഓടിച്ചത്. തൻ്റെ വണ്ടിയോ? എന്നാ ബുക്ക് പേപ്പർ ഞാൻ. ഈ ബുക്കും പേപ്പർ പ്രകാരം ഇതിലെ RC ഓണർ ശീതളനാണ്. പിന്നെ എങ്ങനെ തൻ്റെ വണ്ടിയാവും? അല്ല സാറേ, വണ്ടി എൻ്റെയാണ്. ഇത് അല്ല, വണ്ടി അമ്മയച്ചൻ കാശ് തന്നിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടിയാണിത്. അപ്പോൾ അമ്മായിയച്ഛൻ്റെ കാശ് വേറൊരാളുടെ പേരിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ. അപ്പോൾ തനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല? അല്ല സാറേ, വണ്ടി എൻ്റെയാണല്ലോ. ഈ വണ്ടിയുടെ RC ഓണർ ശീതളനാണ്. ശീതളൻ വണ്ടി വിൽക്കാൻ പോവുകയാണ്. അയ്യോ. എന്തയ്യോ? അല്ല, വിൽക്കല്ലേ സാറേ? വിൽക്കല്ലെന്നാ? അയാളുടെ പേരിലുള്ള വണ്ടി അയാൾക്ക് വിൽക്കാൻ പാടില്ല. അയാൾ വണ്ടി വിൽക്കാൻ പോവുകയാണ്. ഞാനോ അല്ലടോ റിക്സ. ഞാൻ വിൽക്കണ്ടല്ലോ. താൻ വണ്ടി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. സാറേ, ഞാൻ ബോധപൂർവം ചെയ്തതല്ല സാറേ ഇത്. അപ്പൊ താൻ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്? അയ്യോ സാറേ, ഞാൻ മദ്യപിക്കൂല സാറേ. പിന്നെ താനിപ്പോ പറഞ്ഞത് ബോധമില്ലാതെയാണ് ചെയ്തതെന്ന്? അതല്ല സാറേ, അബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ ബോധപൂർവ്വം അല്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നല്ലേ? ഒരു കാറ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ കയ്യിലുള്ള പൈസക്ക് എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് ആ മൊയ്തു ഏജന്റാണ് സാറേ ഇതൊക്കെ ശരിയാക്കി തന്നത്. അതുകൊണ്ട് ഇയാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് വണ്ടി എടുക്കുക, സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുക. സാറേ, ഈ ശീതളൻ ചേട്ടനെ തന്നെ ഞാനിപ്പോൾ ഇന്നാണ് കാണുന്നത്. എനിക്കൊന്നും അറിയില്ല സാറേ. ഒരു കാര്യം ചെയ്യ്, താൻ ആദ്യം ഈ ശീതളന്റെ പേരിലുള്ള ഫൈൻ അടയ്ക്ക് കേട്ടോ. സുഗത സാർ. എന്താ സാർ? ഈ ശീതളൻ ഇവിടെ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുണ്ടോ? കണ്ടതായിട്ട് ശരിക്കും ഓർമ്മ കിട്ടില്ല സാർ. RC ബുക്ക് ചെയ്യുന്നേ. ഈ ഒപ്പ് ഓർമ്മയുണ്ടോ? ഇത് തൻ്റെ ഒപ്പല്ലേ? അതെ സാർ. ആണോ? അല്ല, അത് പണിക്കർ സാറുള്ള സമയത്ത് ഇട്ടതാണ് സാർ. നാളെ അല്ലേടാ നിങ്ങൾക്കൊക്കെ? ആരെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച കൊണ്ടുവന്നാൽ അതും മേടിച്ചിട്ട് എന്ത് തോന്നിയ അവസരം കൂട്ടിക്കുക അല്ലേ? അല്ല, എന്തല്ല ഇനി പിന്നെ ശേഷമുള്ള ആരെങ്കിലും വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വന്നാൽ അവരെ എൻ്റെ മുന്നേ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ശരി. പിന്നെ ഒരു TO ഫോം എടുക്കണം. ഒപ്പം നമ്മുടെ ഹാൻഡിക്യാപ്റ്റിൻ്റെ അവരുടെ വണ്ടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് എടുക്കണം. നിങ്ങളുടെ വണ്ടി എവിടെ ഉണ്ട്? പുറത്തുണ്ട് സാർ. എന്നിട്ട് പുറത്തോട്ട് വാ. ഏതാ തന്നെ വണ്ടി? ഇതാണോ? ഭിന്നശേഷിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഒട്ടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുള്ളതാ ഇത്. TO ഫോം, അഥവാ നമ്മുടെ ഉടമസ്ഥാവകാശം മാറാനുള്ള ഫോം. അപ്പോൾ ഇനി ഈ സ്റ്റിക്കർ ഈ വണ്ടിയിൽ ഒട്ടിച്ച് ഇത് ശീതളന് കൊടുക്കണോ, അതോ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ശീതളൻ്റെ പേരിൽ നിന്ന് തൻ്റെ പേരിലേക്ക് മാറി താൻ ഉപയോഗിക്കുന്നു, എന്ത് വേണമെന്ന് താൻ തന്നെ തീരുമാനിക്കും. അത് ഉടമസ്ഥാവകാശം എൻ്റെ പേരിലേക്ക് മാറ്റിയാൽ മതി.